ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വാട്സപ്പിലുള്ള കമ്മ്യൂണിറ്റീസ് എന്നുള്ള ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. വാട്സപ്പിൽ അങ്ങനെ പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറേ ഗ്രൂപ്പ്സൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ്സൊക്കെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റീസിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനോടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ കുറേ ഗ്രൂപ്പുകളിലോട്ട് ഒരേ ടൈമിൽ നമുക്ക് സെയിം മെസ്സേജൊക്കെ അയക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ആൾക്കാരെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ഒരേ ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാനും കഴിയുന്നതായിരിക്കും. എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചാൽ ആദ്യം ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പുതിയ അപ്ഡേറ്റിൽ താഴെ കമ്മ്യൂണിറ്റീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് പുതിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. മുകളിൽ ന്യൂ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പേര് കൊടുക്കുക. അത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ അടിക്കുക. അത് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ളത് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിലോട്ട് ഗ്രൂപ്പ്സ് അല്ലാന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഗ്രൂപ്പ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളാണോ ആഡ് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പുകളൊക്കെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 ഗ്രൂപ്പുകൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ 2 ഗ്രൂപ്പുകൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പേജിലോട്ട് വന്ന് നോക്കിയാൽ ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഇപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 2 ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. ഇനി ഇതിൽ അനൗൺസ്മെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കാവുന്നതാണ്. അത് അയക്കുന്ന സമയത്ത് എല്ലാ ഗ്രൂപ്പുകളിലോട്ടും ഈ ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഈ ഒരു അനൗൺസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ കണ്ടോളണം എന്നില്ല. ഇപ്പം ഈ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു മെസ്സേജ് കാണുന്നില്ല, പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ ഹലോ എന്നൊരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക. ഇനി ഈ ഒരു മെസ്സേജ് മറ്റേ ഗ്രൂപ്പിൽ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ മറ്റേ ഗ്രൂപ്പിൽ കാണാൻ പറ്റില്ല. അപ്പം ബാക്ക് അടിച്ചിട്ട് രണ്ടാമതുള്ള ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹലോ എന്നുള്ള മെസ്സേജ് കിടക്കുന്നില്ല. മുമ്പ് ഹായ് എന്നുള്ള മെസ്സേജ് അയച്ചതാണ് അവിടെ കിടക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ സെപ്പറേറ്റ് മെസ്സേജ് അയക്കാം. അതല്ല എല്ലാ ഗ്രൂപ്പുകളിലുള്ള മെമ്പേഴ്സിനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അനൗൺസ്മെൻറ്റ്സ് ആയിട്ട് അത് മെസ്സേജ് അയച്ച് അറിയിക്കാവുന്നതാണ്. അപ്പം ഗ്രൂപ്പ് മാനേജ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് പേജിലോട്ട് വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ ആഡ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. വേറെ നമ്മൾ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഗ്രൂപ്പ് അല്ലാതെ മെമ്പേഴ്സിനെ മാത്രം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ ഈ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കമ്മ്യൂണിറ്റി ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മെമ്പേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഇൻവൈറ്റ് കമ്മ്യൂണിറ്റി വിയ ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് നമുക്ക് വാട്സപ്പ് വഴി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഷെയർ ചെയ്തിട്ട് അവർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. അത് നമുക്ക് വാട്സപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ വഴി ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ QR കോഡ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ലിങ്ക് നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ലിങ്ക് റീസെറ്റ് ആവുന്നതായിരിക്കും. അതായത് ഈ ഒരു അഡ്രസ്സ് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ QR കോഡൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വീണ്ടും ആ ഒരു കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഇൻഫോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് എടുത്താൽ താഴെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു ഗ്രൂപ്പ് എനിക്ക് ഒഴിവാക്കണം എന്ന് വിചാരിക്കുക. ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പം റിമൂവ് ഫ്രം കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഗ്രൂപ്പ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. ഇനി ബാക്കോട്ട് നമ്മൾ പോയാൽ ഫസ്റ്റ് പേജിൽ നോക്കുമ്പം
ആ ഒരു ഗ്രൂപ്പ് നമുക്ക് ഇവിടെ പുറത്ത് കാണാൻ പറ്റും. കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലല്ല ഇപ്പോൾ അത് കിടക്കുന്നത്, ഇപ്പം പുറത്തായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ പുതിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.